നിയമസഭയ്ക്ക് പുറത്ത് KSUവിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവിടെ ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി KSU പ്രവർത്തകർക്ക് നേരെ നടത്തുകയാണ്. അവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു. പോലീസ് നേരെ കല്ലെറിയുന്നുമുണ്ടായിരുന്നു. സംഘർഷത്തിന്റെ സാഹചര്യമാണ്. റോഷിപാലുണ്ട്. റോഷിപാൽ, പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം തുടരുക തന്നെയാണല്ലോ. പ്രവർത്തകർ പിരിയാൻ കൂട്ടാക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സ്മൃതി, KSU പ്രവർത്തകർ കേമ്പ്രലിതര ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രകോപിതരായി വീണ്ടും ഇപ്പോൾ പോലീസ് നേരെ വടിയും കല്ലുകളും ചെരുപ്പുകളും ഒക്കെ എറിയുന്നുണ്ട്. തുടർച്ചയായി പോലീസ് 2 ജലപീരങ്കി ഒരേ സമയം പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡ് ഇളക്കി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വലിയ വടികളും കല്ലുകളുമൊക്കെ പലവട്ടം എറിഞ്ഞു. ഇപ്പോഴും അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പോലീസ് ഇപ്പോൾ വീണ്ടും 5 വട്ടമായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. പലപ്പോഴും 2 ജലപീരങ്കികളും ഒരുമിച്ച് പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തുടർന്ന് പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഒരുമിച്ച് നിന്ന് ജലപീരങ്കിയെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകർ നടത്തുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചുവിടുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ നടക്കുന്നത്. പ്രവർത്തകരൊക്കെ പ്രകോപിതരാണ്. ഈ മാർച്ച് ഇവിടെ എത്തിയ സമയം മുതൽ തന്നെ പ്രകോപിതരായി അവർ ബാരിക്കേഡ് മുകളിലേക്ക് കയറി പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ പലതവണയായി കല്ലുകൾ, ഇപ്പോൾ ജലപീരങ്കി വാഹനത്തിന് നേരെ തുടർച്ചയായി കല്ലുകൾ എറിയുന്നുണ്ട്. നേരത്തെ കൊടികെട്ടിയ വടികളൊക്കെ എറിഞ്ഞിരുന്നു. പോലീസിനെ ഈ ബാരിക്കേഡിന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. കാരണം ഈ KSU പ്രവർത്തകരെ മുഖം മൂടിയിട്ട് കയ്യാമം വെച്ച് നടത്തിക്കൊണ്ടുപോയ വിഷയത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം. അങ്ങനെ വലിയ രീതിയിലേക്ക് പ്രതിഷേധം വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഇത് സമാനമായ പ്രതിഷേധ മാർച്ച് നടന്നതാണ്. ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തുടർച്ചയായുള്ള ജലപീരങ്കി പ്രയോഗമാണ്. ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തകർ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ 2 ഭാഗത്തിനായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് ഏതാണ്ട് 6 തവണയായി തുടർച്ചയായി 2 ജലപീരങ്കി വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നു. 2 ജലപീരങ്കി വാഹനങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പ്രതിഷേധം ശക്തമായി തുടരുന്ന കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമവും പ്രവർത്തകർ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ശക്തമായ രീതിയിൽ പ്രവർത്തകർക്ക് അഴിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ബാരിക്കേഡ് മതിലിനോട് ചേർത്ത് ബന്ധിപ്പിച്ചതാണ്. ഇപ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്ന ഇടവേളകളിലാണ് പ്രവർത്തകർ വീണ്ടും ശക്തമായി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസുകാരുമായി വാക്കേറ്റവും പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമൊക്കെ പല കോണുകളിലായി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പോലീസ് വാഹനത്തിന് നേരെ കല്ലേറ് നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് ബാരിക്കേഡ് അഴിച്ചെടുക്കാനുള്ള ഒരു ശ്രമം KSU പ്രവർത്തകർ നടത്തുകയാണ്. വലിയ വടം ഉപയോഗിച്ച് ബന്ധിച്ച ബാരിക്കേഡാണ്. ആ ബാരിക്കേഡ് അഴിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തുടക്കത്തിൽ സമരം എത്തിയ സമയം മുതൽ അതേ ആവേശത്തിൽ തന്നെയാണ് KSU പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം തുടരുന്നത്. പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടില്ല. 2 ജലപീരങ്കി വാഹനങ്ങൾ ഇവിടെ എത്തിച്ചാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അതിനൊക്കെ അവർ പ്രതിരോധിക്കുകയാണ്. ഇവിടെ പ്രതിരോധിക്കുന്ന കാഴ്ചകളാണ്. സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് ബാരിക്കേഡിന് പുറത്തേക്ക് വരുത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ഭാഗത്ത് തുടരുന്നത്. പോലീസ് ഈ പ്രകോപനത്തിന് വഴങ്ങിയിട്ടില്ല. വിദ്യാർത്ഥികൾ പ്രകോപിതരാകുമ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് അവരെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് പോലീസ് നേരിട്ട് മാർച്ചിനെ നേരിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ജലപീരങ്കി വാഹനത്തിന് നേരെ വീണ്ടും കല്ലേറ് തുടരുകയാണ്. പോലീസിനെ പുറത്തേക്കിറക്കാനുള്ള ശ്രമം, മറുഭാഗത്ത് ബാരിക്കേഡ് വടം അഴിച്ചു മാറ്റാനുള്ള ശ്രമവും KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. മുരളീധരന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ച ഘട്ടത്തിലാണ് മുരളീധരൻ എത്തുകയും പിന്നീട് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് മുരളീധരൻ മടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ ഈ ബാരിക്കേഡിന്റെ ഒരു ഭാഗം അത് അഴിച്ചു മാറ്റാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകർ നടത്തുന്നത്. അവർ എളുപ്പത്തിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല.
പോലീസുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് തന്നെയാണ് KSU പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചുമായി ബാരിക്കേഡ് ആക്സോബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കെട്ടിയിട്ടിരിക്കുന്ന ബാരിക്കേഡ് മുറിച്ചു മാറ്റി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഷി, ആ ഭാഗത്തേക്ക് കാണുന്നുണ്ട്, അവിടെ പോലീസ് നിൽക്കുന്നില്ല എന്നാണോ? സ്മൃതി, അവിടെ പോലീസ് ഉണ്ട്. കാരണം ജലപീരങ്കിയുടെ തൊട്ടുമുന്നിലുള്ള ഒരു ഭാഗത്തുള്ള ഈ ബാരിക്കേഡാണ് അറുത്ത് മാറ്റി, അതിൻ്റെ വടം അറുത്ത് മാറ്റി അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടന്നത്. മാത്രമല്ല വലിയ കല്ലുകളൊക്കെ പോലീസ് വാഹനത്തിന് നേരെ എറിയുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഏതാണ്ട് ഒരു 5 മിനിറ്റോളമായി ജലപീരങ്കി പ്രയോഗിക്കുന്നില്ല. പ്രവർത്തകരുടെ നീക്കം എന്താണെന്ന് പോലീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഭാഗത്തുള്ള ബാരിക്കേഡ് അത് അറുത്തു മാറ്റാനുള്ള ശ്രമം അത് അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും ആ ബാരിക്കേഡിൻ്റെ ഭാഗം അവിടെ നിന്ന് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ പോലീസ് പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ KSU പ്രവർത്തകർ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഈ ബാരിക്കേഡ് അവിടെയുള്ള വടം അറുത്തു മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. അത് വളരെ പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ എല്ലാവരും തിരിച്ചു വന്ന് വീണ്ടും ബാരിക്കേഡ് ഇളക്കാനുള്ള ശ്രമം നടത്തുന്നു. ബാരിക്കേഡ് ഇളക്കി മാറ്റിയാൽ ഒന്നുകിൽ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്തും, അതല്ലെങ്കിൽ പോലീസ് ഇപ്പുറത്തേക്ക് കടന്ന് പ്രവർത്തകരെ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. 2 സാധ്യതയുമുണ്ട്. പോലീസിനെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധത്തിന് ആസൂത്രണം ചെയ്താണ് KSU സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധം പോലീസിനെതിരെ, പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ. കാരണം പോലീസ് അതിക്രമമാണ് സഭാ സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. അത് അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പാലക്കാട് KSU പ്രവർത്തകർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും അത് സംഘർഷത്തിലാണ് കലാശിച്ചത്. സമാനമായി തിരുവനന്തപുരത്ത് സംസ്ഥാന KSU കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ചും ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന വടം അഴിച്ചു മാറ്റാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ വടമഴിച്ചു മാറ്റി ബാരിക്കേഡ് തള്ളി അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിൽ KSU പ്രവർത്തകർ. ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ പിരിയുന്നില്ല. പ്രതിഷേധം ശക്തമാണ്.